നമസ്കാരം. ചെങ്കടലിലെ ചരക്ക് കപ്പലിന് നേരെ ഹൂതി വിമതർ നടത്തിയ ആക്രമണം ചെറുത്ത് അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ 3 ബോട്ടുകൾ മുക്കുകയും 10ഓളം ഹൂതി വിമതരെ വധിക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സിംഗപ്പൂർ പതാക വഹിച്ചുകൊണ്ട് വന്ന കപ്പലിന് നേർക്കാണ് ഹൂതി വിമതർ ഒരു വലിയ ആക്രമണം നടത്തിയത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് USS ഹൈസൻഹോവർ, USS ഗ്രാവിലി എന്നീ യുദ്ധക്കപ്പലുകളിൽ നിന്നും കോപ്റ്ററുകൾ മേഖലയിലേക്ക് എത്തി ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം ചെങ്കടലിൽ അഴിച്ചുവിട്ടത്. കടൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം 48 മണിക്കൂർ നിർത്തിവെച്ചതായി കമ്പനി അധികൃതർ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യൻ തീരത്തുൾപ്പെടെ 48 മണിക്കൂർ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യും. US സൈനിക ഹെലികോപ്റ്റർ നേരത്തെ ഹൂതികൾ വെടിയുതിർത്തതിനെ തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 ബോട്ടുകൾ മുക്കിയതായും USന്റെ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. ബോട്ടുകളിലുണ്ടായിരുന്ന 10ഓളം ഹൂതി വിമതരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ചെങ്കടലിലെ നിരീക്ഷണത്തിന് ഇന്ത്യയുടെ ശ്രദ്ധേയമായ സാന്നിധ്യവും മേഖലയിലുണ്ട്. നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ P-8I ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും വട്ടമിട്ട് പറക്കുന്നുണ്ട്. INS മുർഗ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് നിലവിൽ അറബിക്കടലിൽ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മേഖലയിൽ ഇന്ത്യയും USഉം സംയുക്തമായി ചേർന്നാണ് ഹൂതികൾക്ക് നേരെയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച നടന്ന അതിശക്തമായ ഈ കടൽപ്പോരിന്റെ വിശദാംശങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ ഈ മണിക്കൂറുകളിലാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ നിലപാട്. അങ്ങനെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടി ഹൂതികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഈ വഴി തന്നെ ആയിരിക്കും ഇന്ത്യയും മേഖലയിൽ ശക്തമായ കരുത്ത് തെളിയിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇത്രയധികം യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ച സ്ഥിതിക്ക്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.